ഇത്രയൊന്ന് പറ്റിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ വെള്ളവും ഒക്കെ പറ്റി റെഡി ആവട്ടെ. അവിടെ തന്നെ വയ്ക്കാം, നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഞാൻ രാവിലെ ഒന്നും ചെയ്തില്ല, മുടിയൊന്നും വൃത്തിയാക്കില്ല കേട്ടോ. പോകണ്ടെന്ന് ഇവർക്ക് പോകണം, കുട്ടനും രുചിക്കും വാവയ്ക്കും പോകണം. അപ്പം രാവിലെ കറി വെക്കാൻ പോവുക. അപ്പം അതാണ് കാര്യം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇവർക്ക് ഒരു 11 മണിയാകുമ്പോൾ പോകണം. അപ്പം ചോറ് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ചേട്ടൻ കുറച്ച് കേരച്ചൂരയുടെ തല മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനതൊന്ന് വൃത്തിയാക്കുക. എന്താ ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്, കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ തോല് നല്ലപോലെ കണ്ടിച്ച് കളയണം. നല്ല ബീഫിൻ്റെ എല്ല് കിടക്കുന്നില്ലേ, അതൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരം മൊത്തം ഇങ്ങനെ വെള്ളം കയറി നാശമായി കിടക്കും കേട്ടോ. ഒന്നും കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം അറിയാമല്ലോ, കുറേ 10-13 ദിവസം കൊണ്ട് നമ്മുടെ മുറ്റത്ത് വെള്ളം കയറി കിടന്നു. ഇന്നും കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഫ്രണ്ടിലത്തെ വെള്ളം അവിടെ കിടക്കും. അത് ഇനി നമ്മൾ എത്ര വെള്ളം ഇറക്കമായാലും ശരി, തന്നെ ഇറങ്ങാൻ വലിയ പാടാണ്. ഇനി തന്നെ നമ്മൾ ഒരു ലോഡ് മണ്ണും എല്ലാം ഇട്ട് അവിടെ നിരപ്പാക്കി എടുക്കണം. അപ്പോൾ അപ്പുറത്തെ പുരയിടത്തിൽ മണ്ണടിക്കുന്ന സമയത്ത് നമുക്ക് മണ്ണടിക്കാമെന്നുള്ള വിചാരം. അപ്പം അയ്യനോടൊന്ന് പറയണം, ഒരു ലോഡ് മണ്ണ് എന്തായാലും അടിച്ച് ഫ്രണ്ടിൽ റെഡിയാക്കണം. കാരണം വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കും. അത് നമുക്ക് വലിയ ഒരു ആപത്തുണ്ടാക്കും. കാരണം വെള്ളം കെട്ടിക്കിടക്കും, കൊതുക് പെരുകും. നല്ല വെള്ളം ഉപ്പുള്ളതായതുകൊണ്ട് കൊതുക് പെരുകത്തില്ല. പക്ഷെ എന്നാലും ഇലയും ചപ്പും ഒക്കെ വീണ് കിടന്ന് വാടയെടുക്കും. അപ്പോൾ അത് നമുക്ക് വല്ല അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അറിയത്തില്ലല്ലേ. അപ്പോൾ അതാണ് കാര്യം. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്തിട്ട് കറി വെക്കണം. ഇവർക്ക് ചോറ് കൊണ്ടുപോകണം, ഇല വെട്ടാൻ പോകണം. അതാണ് കാര്യം. അപ്പോൾ ഇതിൽ വറക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ 2 കരിമീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇന്നലെ ഇവർക്ക് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച മീനുണ്ടല്ലോ, അത് രാത്രി ഇന്നലെ ഞങ്ങൾ കറി വെച്ച് എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കപ്പയൊക്കെ വേവിച്ച് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ചോറിന് കക്കായുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ തല കറി വെച്ചുകൊണ്ട് പോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോയാൽ അവർക്ക് എവിടെയെങ്കിലും സൗകര്യമുള്ളിടത്തിരുന്ന് ചോറ് കഴിക്കാമല്ലോ, പുറത്തിറങ്ങി കഴിക്കണ്ടല്ലോ. ഒരു ദിവസം കൂടെ വീട്ടിലെ ചോറൊക്കെ കഴിച്ചിട്ട് പോകാം. അവിടെ ചെന്ന് ചോറ് വെക്കും. ഇപ്പോൾ വാവയും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ ദിവസം കൂടെ ഒക്കെ ചോറ് അവിടെ വയ്ക്കാം. അല്ലെങ്കിൽ ഇവർക്ക് ചോറ് വേണ്ട, രാത്രിയിലത്തെ ചോറ് വേണ്ട, ഉച്ചയിലത്തൊക്കെ ചോറ് മതിയല്ലോ. അപ്പോൾ അത് വാവയും കൂടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടണമെന്ന് വിചാരിച്ചായിരുന്നു, ചമ്മന്തിയോ അച്ചാറും ഒക്കെ. പക്ഷെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഈ ദുരിതം കൊണ്ട് ഒന്നും ചെയ്ത് കൊടുക്കാനൊത്തില്ല. നേരാവണ്ണം മീൻ പോലും പിടിച്ച് കഴിക്കാൻ പറ്റിയില്ല. ഇന്നലെ നമുക്ക് ഇച്ചിരി കരിമീൻ കിട്ടിയത് തന്നെ. അതും അന്ന് ഇത്ര 6 എണ്ണം ഉണ്ടായിരുന്നു. അത് പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് പിന്നെ അവർക്ക് മാത്രമായിട്ട് കിട്ടിയില്ല. കാരണം മറ്റവരും കരിമീൻ അങ്ങനെ കൂട്ടുന്നതല്ലല്ലോ. അനീഷും ഒന്നും അവർക്കും അങ്ങനെ മീൻ കിട്ടത്തില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമല്ലല്ലോ അവർക്കും. ഇത് വലിയ പാടാട്ടോ. അപ്പം ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ, നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം ഞാൻ തലയൊക്കെ വൃത്തിയാക്കി, നമ്മുടെ കേരയുടെ തലയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് വാവ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് വാട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇടണം. പെട്ടെന്ന് കറിയാക്കണം. 1/2 മണിക്കൂർ കൊണ്ട് കറികളെല്ലാം റെഡിയാക്കണം. ഈ കുറച്ച് കക്ക എടുത്ത് വെച്ചേക്കുന്നു. പക്ഷെ അതുകൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്ത് വിടാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ആ എണ്ണയിലൊന്ന് വേവട്ടെ. മുളക് പൊടി, തോന്നി മുളക് പൊടി ഇട്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളകൊന്ന് നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോഴേ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ തക്കാളിയുടെ വെള്ളം കിടക്കുന്നുണ്ട്, പെട്ടെന്ന് മുളകിൻ്റെ കളറൊന്നും മാറി കിട്ടത്തില്ല. തക്കാളി ഒരു 2 വലിയ തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നിന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരാം. അപ്പം തക്കാളിയും കൂടെ ഈ എണ്ണയുടെ മുളകിൻ്റെ കൂടെ ഒന്ന് കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പം ഇത്രയും ദിവസം നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ
13 ദിവസമാകുമ്പോൾ കറക്റ്റ് എത്ര ദിവസമായിരുന്നു വീട്ടിലെ കുട്ടികളെ മഴ ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് അവർ വന്നിട്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തത് ഞാൻ. അപ്പോൾ ഇത്രയും ദിവസം നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, കൂടെ നമ്മുടെ കൂടെ അവരുണ്ടല്ലോ, നമ്മുടെ വിഷമത്തിന് നമ്മളോടൊപ്പം നിൽക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ പോകണമല്ലോ, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട് നമ്മളെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയല്ലേ പറ്റൂ. പിന്നെ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പം ഞാനും ഭാവിയും കൂടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ കൂടെ നടക്കുമ്പം വലിയ പ്രശ്നമില്ല, പക്ഷേ നമ്മൾ വെള്ളം തോന്നു കഴിയുമ്പോൾ വലിയ പാടാണ്. വീഴത്തില്ലയോ എന്നുള്ള നമ്മൾ വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ ഒരുപാട് സൂക്ഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു പണി കിട്ടാത്ത. കാരണം ഇത്രയും വെള്ളത്തിൽ ഈ 10-13 ദിവസം വരെ ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യവും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരുപാട് അത് ചിന്തിക്കാൻ കൂടി വയ്യ ആ വെള്ളത്തിൻ്റെ കാര്യം. അതിൽ ടൈലിട്ട തറ, അതെ, വെള്ളം പറ്റുമ്പോൾ നടക്കുമ്പോൾ അതിനേക്കായി പാടാം. കാരണം വീണ് പോയാൽ തീർന്ന്. ഇവിടുന്ന് ഒരാൾ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തി ഒരു കുഴപ്പവും ഇല്ലാതെ പോയതാ ഇല്ലേ. ഈ മസാല ഞാൻ കുറച്ച് എടുക്കട്ടെ. എന്തിനാന്ന് ചോദിച്ചാൽ ഞാനൊരു തലയ്ക്കകത്തുള്ള കുറച്ച് മാംസം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്ത് കേട്ടോ ഇവർക്കൊന്ന് വറുത്ത് ചോറിൽ പൊതിയുടെ കൂടെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നമ്മുടെ വറക്കാനുള്ള മീനിനകത്ത് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ കുരുമുളക് എല്ലാം ചേർത്ത് നമ്മൾ മീനിനെടുത്ത ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം അതിനകത്ത് പറ്റിയ ഉള്ള സാധനമല്ലേ, അപ്പോൾ അതിൻ്റേതൊരു രുചി ഉണ്ടാകും. പിന്നെ ഇതിനകത്ത് കുറച്ച് മീറ്റ് മസാല കൂടി ഇട്ടിട്ടുണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ നിന്ന് ഇരുന്നൊരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ ഗ്രേവി തിളച്ചോ നോക്കട്ടെ. തിളച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് മീൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിട്ട് കൊടുക്കാം. മീനല്ല, തല. നമ്മളിത് വെള്ളം കുറവാണ് കേട്ടോ, പക്ഷേ എന്നാലും ഉണ്ടല്ലോ നമ്മുടെ ഈ മീനിനകത്തുള്ള വെള്ളം ഉണ്ടല്ലോ അതുകൂടി അങ്ങ് ഇറങ്ങും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മാവ ഇല വെട്ടാൻ പോയി തെക്ക്, പക്ഷെ അവിടെ രാജേശ്വരിയുടെ അങ്ങ് കണ്ണൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ കറിവേപ്പിലയുണ്ട്, ഇച്ചിരി കറിവേപ്പില കൊണ്ടുവരാൻ വിളിച്ച് പറയണം. അപ്പോൾ ഇതിവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ നല്ലതുപോലെ. അപ്പം ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇപ്പം നല്ല കട്ടിക്കുള്ളത് ഗ്രേവിയാക്കി എടുക്കാനാണ് നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ അടുപ്പിലോട്ട് തന്നെ നമ്മുടെ കക്ക റോസ്റ്റ് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം, ചട്ടി വെക്കാം. ചട്ടിയൊക്കെ ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. കക്കായ്ക്ക് കുറച്ച് എണ്ണ മതി, അത്യാവശ്യമുള്ള എണ്ണ മതി. ഇപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ടെന്ന് തോന്നി കടുക് ഇട്ട് കൊടുക്കട്ടെ. എണ്ണ തിളച്ചു. കുറച്ച് വലിയ ജീരകം. അപ്പോൾ ഇത് ഇഞ്ചി, വെളുത്തുള്ളി തക്കാളി ഇടുന്നിട്ട് തേങ്ങാക്കൊത്തിട്ടുള്ളത് സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ തേങ്ങാക്കൊത്തില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ ചെറിയുള്ളി, സവാള ഇട്ട് കൊടുക്കാം.
കറിവേപ്പില ഈ പാവ കൊണ്ടുവരണം. മുരിഞ്ഞ് വരട്ടെ. നക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇന്നലെ കക്ക മോളേച്ച് കൊണ്ടുപോകാനും കൂടെ പറയട്ടെ. അപ്പോൾ അവൾ കൊണ്ടുപോയില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചേ ഉള്ളെന്ന് തോന്നി. ഞാൻ പറഞ്ഞതാ കുറച്ച് കൊണ്ടുപോയിട്ട് ഇവർക്ക് 3 പേർക്കൂടെ ചോറ് കൊണ്ടുവരും. ലിജിക്ക് വേണ്ട. അപ്പോൾ വാവയ്ക്കും കുട്ടനും മതിയല്ലോ. അപ്പോൾ എന്നിട്ട് അവളെ കൊണ്ടുപോയില്ല. വേണ്ട, അത് അവർക്ക് തന്നെ കൊടുത്ത് വിട്. അവർക്ക് കൊടുത്ത് നമുക്ക് എനിക്കെന്നായാലും എപ്പോഴായാലും കിട്ടുമല്ലോ. അതുകൊണ്ട് അവർ കൊണ്ടുപോകട്ടെന്നുണ്ട്. അപ്പോൾ ഇത് പനീസുള്ളതുണ്ടെങ്കിൽ കുറച്ച് കൊടുത്ത് വിടണം. പിന്നെ പിള്ളേർക്ക് ഇച്ചിരി വെച്ചേക്കണം. അത്രയൊക്കെ ഉള്ളൂ. പിള്ളേർക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരങ്ങ് കഴിച്ചോളും. കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില കണ്ണൻ്റെ വീട്ടിൽ നിന്ന് പാവ പോയി ഇല വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. കറിവേപ്പില ഇല്ലാത്ത ശ്രീമോനെ കഴിക്കണ്ടേ? മീൻ കിട്ടിയോ? അപ്പോൾ ശ്രീമോനെ മാമന് വറുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോയത്. എന്തേ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വറക്കാനുള്ള മീനുണ്ട്. അപ്പം നമുക്കത് വറക്കട്ടെ. മകല്ല ആവേണ്ടിയോട് പറയാതെ കണ്ടിക്കാൻ വറക്കാൻ വേണ്ടിയുള്ള ഉണ്ടല്ലേ. അപ്പം മാമന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോയതാ. വറുത്ത് കൊടുത്തുവിടെ. കഴിക്ക് കാപ്പി പോലും കുടിക്കാതെ പോയതാ. കാപ്പി കുടിക്കാൻ പറഞ്ഞതൊക്കെ കാപ്പി കുടിച്ചില്ല. ഞാൻ മീൻ പിടിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ കക്ക കുറച്ചുകൂടി ഇന്ന് വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അവിടെ നിന്ന് വെള്ളമൊക്കെ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ കറി ഒന്ന് നോക്കാം. കറി സെറ്റായിട്ടുണ്ട്. കറിക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. തലക്കറി ഇവിടെ റെഡിയായി. ഇത്രയൊന്ന് പറ്റിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അയ്യടാ കറി അതിലേക്ക് വീണു. കറി എങ്ങനെയുണ്ട് വാവേ? സൂപ്പറാണോ? കറി വേണം നിന്ന് പുട്ടല്ല ഉപ്പുമാവ് കറി സമയം 11 മണി ആവാറായി. അപ്പൊ കറി കണ്ടപ്പോ എനിക്കൊന്ന് കൊതിയായി. അവിടെ ഞാൻ ഉപ്പുമാവ് ഇപ്പോഴയച്ചു. ഉപ്പുമാവ് തലക്കറിയും കൂട്ടി മുമ്പേ ഉപ്പുമാവ് കഴിച്ചിട്ടിരിക്കുക. അപ്പം ഇനി ഇത് കറി ഇറക്കി വെക്കാം. കറി ഇറക്കി വെക്കണമെങ്കിൽ വാവ വിചാരിക്കണം. അപ്പോൾ അത് കറി ഇറക്കി കഴിഞ്ഞാൽ മീൻ പറക്കാം. നമുക്ക് ഇതിനകത്ത് കക്കയുടെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം തക്കാളി അതുകൂടെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് വാടി വെന്ത് വരട്ടെ. അപ്പോൾ അതൊരു കളർഫുള്ളാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ കക്കയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണയിലൊന്ന് മുരിഞ്ഞ് വരുക ഇത്. പിന്നെ ഈ സമയം നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പം കുരുമുളക് ചതയ്ക്കണമല്ലോ. കുരുമുളക് ഞാനതിപ്പോൾ അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കക്ക എടുക്കുമ്പോൾ മീറ്റ് മസാല മേടിക്കും. മീറ്റ് മസാല ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാലുണ്ടല്ലോ എല്ലാം മസാലയെല്ലാം മിക്സാവും. ഒരു സാധനത്തിൻ്റെ കുറവുണ്ട്. തേങ്ങാക്കൊത്തില്ല. തേങ്ങാക്കൊത്തുണ്ടെന്ന് വിചാരിച്ച് മനസ്സിൽ വിചാരിച്ചങ്ങ് കഴിക്കുക കേട്ടോ. ഇതിവിടെ നിന്ന് നല്ലതുപോലെ വെള്ളവും ഒക്കെ പറ്റി റെഡി ആവട്ടെ. അവിടെ തന്നെ വയ്ക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ചോറൊക്കെ
റെഡി ആയിട്ടുണ്ട്. ഇല പൊടിയെടുക്കണം. അപ്പോൾ 2 പൊടി മതി. ലിജിക്ക് പ്രത്യേകിച്ച് പൊടി വേണ്ട. ലിജിക്കും കുട്ടനും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ വാവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പൊടി എടുക്കാം. ഇപ്പോൾ ഞാൻ ചോറിടാൻ പോവാം. ആദ്യം വാവയ്ക്കല്ലേ ഇടട്ടെ. ചോറൊക്കെ ഇട്ട് ഇന്ന് ആവിയൊക്കെ ചൂടൊക്കെ പോകും. തോർത്തവിടെ ഇല്ലേ മോനെ? വരുന്ന മാമ. വലിയ പാത്രമാണ് കേട്ടോ. 1.5 ലിറ്റർ പാലുള്ളൊരു പാത്രം. നമ്മൾ ചൂര വറക്കാൻ എടുത്തതാണ്. ചൂര വറുത്തില്ല. കരിമീൻ ഉണ്ടായതുകൊണ്ട് ചൂര വറുത്തില്ല. കറി ഒതുങ്ങി മീൻ മറി ഞാനും കുളിക്കട്ടെ. കൂടുതലാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊടുത്താൽ വലിയ പൊതിയായിട്ട് തോന്നുന്നുള്ളതേ ഉള്ളൂ. ചെറിയ പൊതിയാണ്. ചോറൊക്കെ കുറവാണ്. പിന്നെ ഇത് ലിജിക്കും കുട്ടനും കൂടെ ഉള്ളതായത്. അപ്പോൾ ഈ പൊതിയെല്ലാം കഴിഞ്ഞ് ഇനി കവറിലൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. തണുക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ചെറിയ അടിപൊളി ചൂടോടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കറി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള കറി ഉണ്ട് ഇതിനകത്ത്. ഇതിൽ ആ പാത്രത്തിലാകുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാകുമ്പോൾ നമുക്ക് മറ്റു കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ അതിന് കഴിക്കട്ടെ. തവി കൂടി കൊടുത്തുവിടാൻ നമുക്ക്. ചേച്ചി അവിടെ ഒരുങ്ങി റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട്. ഒരുങ്ങി റെഡിയായോ? ആ റെഡിയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് കുളിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പോവാണ്. ഇനി അവരെ പോയി ഞാൻ യാത്ര അയച്ചിട്ട് വിട്ടു. വെള്ളത്തിൽ കൂടാണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും. ബൈ. അപ്പം പിള്ളേർ എല്ലാവരും പോയി. ശ്രീകുട്ടനും ദേവനും അവരുടെ ഒരു കൂട്ടുകാരനെ തൊട്ടടുത്ത് ഉള്ള വീട്ടിലാണ്. അപ്പോൾ അവർ ഉത്സവത്തിന് നമ്മൾ ഈ ഉത്സവം നമ്മൾ ആഘോഷിക്കും, എന്നാലും വലുതായിട്ടൊന്നും ആഘോഷിക്കത്തില്ല. പിള്ളേരല്ലേ. അപ്പോൾ അവരെ കൂട്ടുകാരൻ വിളിച്ചു. അങ്ങനെ ആദർശം പിന്നെ ദേവനും ശ്രീകുട്ടനും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇവരും പോയി. എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി പോയപ്പം വീട് ശൂന്യമായി. പിള്ളേർ തിരിച്ചിങ്ങി വരും. അപ്പം മറ്റവരൂടെ പോയപ്പോൾ മനസ്സിനെന്തോ ഒരു വലിയൊരു സങ്കടം, പറയാൻ വയ്യാത്തൊരു സങ്കടം. കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നിട്ട് അവർ പോകുമ്പോൾ ഒരു വലിയൊരു പ്രയാസമല്ലേ. ഇപ്പോൾ വെള്ളമായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിൽ ആളും അനക്കും ഒക്കെ ഉണ്ടായതുകൊണ്ട് വിളിയും പറച്ചിലും. ലിജിക്ക് ഭയങ്കര സങ്കടത്തിൽ പോയിരിക്കുക. ലിജി എന്ന് വന്നാലും അങ്ങനെ കേട്ടോ. തിരുവനന്തപുരത്തായാലും എവിടെയായാലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രയാസത്തോടെ അവനെ തിരിച്ചു. അത് കാണുമ്പോൾ നമുക്കും പ്രയാസമാണ്. അപ്പോൾ എന്തായാലും പോയല്ലോ പറ്റത്തുള്ളൂ. ഫിസിയോതെറാപ്പി ചെയ്യണമല്ലോ. കുറേ ദിവസമായി. ഇപ്പം 1.5 ആഴ്ചത്തോളം ആയി ഫിസിയോതെറാപ്പി ആയിട്ട്. ഒരു 5 ദിവസത്തേക്ക് വന്നതാണ്. 5 ദിവസത്തേക്ക് വന്നവർ ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട്, ഒരു വിഷമം തോന്നി. അവർ നമ്മളെ ഇട്ടേച്ച് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ശ്രീമോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീമോനെ എന്നാ പോയിട്ട് വാ. ആ ടാറ്റാ. അപ്പോൾ ശ്രീമോൻ ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പോയത്. ശരി. ആ ഓക്കെ.
ആ ടാറ്റ, സൂക്ഷിച്ചു പോണേ. അപ്പോൾ ശ്രീമോൻ ഇവിടെ വന്നിട്ട് പോയി, പിന്നെ വെള്ളം കുടിക്കാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് കളിച്ച് വെള്ളം കുടിക്കാൻ, അവിടെ നിന്ന് വെള്ളം കുടിക്കണം. അപ്പം തൊട്ടടുത്ത് നാരങ്ങ വെള്ളം ഉള്ള കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി, നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും അവിടെ നിൽക്കുന്ന ടാറ്റ പറ, മതി മതി മതി. ഇപ്പം ഇങ്ങനെ ശ്രീമോൻ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ടാറ്റായും പറഞ്ഞു പോകുന്ന അവൾ എന്നെ എവിടെ വരെ കാണുന്ന അവിടെ വരെ അവൻ ടാറ്റ പറഞ്ഞില്ല. ആ ശരി മക്കളെ. അപ്പം തൊട്ടടുത്ത് പറഞ്ഞു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും പോയതുകൊണ്ട് ഒരു ശൂന്യതയുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് സന്തോഷമാക്കിയിട്ട് ഞാൻ, കാരണം അവർ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകും. അടുത്തൊരു പുതിയൊരു വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോകാം, പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഇനി. അപ്പോൾ എല്ലാവർക്കും ബൈ.